BJP RSS കൊട്ടിഘോഷിച്ച് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അധികാരം പിടിച്ചെടുത്ത രാമക്ഷേത്രത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു. അയോധ്യയിലെ രാമക്ഷേത്രം BJPയെ സംബന്ധിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ അവരുടെ ലക്ഷ്യവും വഴിയും പൂർത്തീകരണവുമാണ്. ആ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ വലിയ തട്ടിപ്പും ക്രമക്കേടും നടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാത്തിരിപ്പിന്റെ സാഫല്യം തേടി കണ്ണീരും പ്രാർത്ഥനയുമായി എത്തിയ ഭക്തർ നൽകിയ സംഭാവനകൾ പലതും കണക്കിലില്ല. ജ്വല്ലറി അസോസിയേഷൻ രാജ്യമെമ്പാടും നിന്ന് പിരിച്ചു നൽകിയ 60 കിലോഗ്രാം വെള്ളിക്കെട്ടികൾ മാഞ്ഞുപോയത്രേ. വിലപിടിപ്പുള്ള ആഭരണങ്ങൾക്ക് പകരം മുക്കുപണ്ടമാണ് അവിടുത്തെ ശേഖരത്തിൽ ഇപ്പോഴുള്ളത്. 8 കോടിയുടെ തട്ടിപ്പെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സൂചനകൾ. അഖിലേഷ് യാദവാണ് ഈ മാസം ആദ്യം ക്ഷേത്രത്തിലെ വിലയേറിയ വസ്തുക്കൾ പലതും അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിവെച്ചതെങ്കിൽ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നത് 200 കോടിയുടെ തട്ടിപ്പെന്നാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ 45 ദിവസത്തെ CCTV ബാക്കപ്പ് മാത്രം. അതിനു മുൻപുള്ള ദൃശ്യങ്ങൾ ഒന്നുമില്ല. അന്വേഷണം നടത്തുന്ന SIT ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഇതുവരെ കാര്യമായ തെളിവൊന്നും കിട്ടിയിട്ടുമില്ല. ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ അയോധ്യ എന്ന BJP സർക്കാരിന്റെ അഭിമാന സ്തംഭത്തിൽ ഇങ്ങനെ ഒരു ക്രമക്കേട് നടക്കുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട 3 ചരിത്ര പ്രധാനമായ 3 സംഭവ വികാസങ്ങളാണ്. 1 രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകം, 2 ഗുജറാത്ത് കലാപം, അതോടൊപ്പം തന്നെ ബാബരി മസ്ജിദ് ധ്വംസനം. ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം അതിനു മുന്നും BJP പ്രധാനമായി ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ വിഷയമാണ് ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത്. ബാബർ എന്ന് പറയുന്ന ചക്രവർത്തി ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് അവിടെ ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് അവരുടെ രാമക്ഷേത്രം, രാമൻ്റെ പ്രതിമ, രാമൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും കിടക്കുന്നത് അയോധ്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി രാജ്യത്തെ കീറിമുറിച്ച് ഒടുവിൽ 2024 നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു പൂജാരി പൂജയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം ഒരു പ്രധാനമന്ത്രി ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന വിധി പോലും നാടകീയമായിരുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് പലർക്കും പല അഭിപ്രായവുമുള്ള ആ വിധി നമ്മൾ കണ്ടിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുന്നേ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ ഒരു സാഹചര്യമായിരുന്നു. മാധ്യമങ്ങളെ വിലക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ മിണ്ടാതിരിക്കുന്നു. മിണ്ടിക്കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം, കോടതിയിൽ കേസാവും, അവർക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയാവും. ഇത്തരത്തിലുള്ള വലിയൊരു ഭീകരമായ സാഹചര്യത്തിന് ശേഷമാണ് ബാബരി മസ്ജിദ് നിലനിന്നിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള വിധിയുണ്ടായത്. ബാബരി മസ്ജിദ് അവകാശപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവിടെയുള്ള ഭൂമി പോലും നിഷേധിച്ചുകൊണ്ട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയും ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയും, എന്നാൽ അവിടെ ഒരു സൈഡിൽ കക്കൂസ് പണിയുന്ന ലാഘവത്തിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുപോലും യാഥാർത്ഥ്യമാകാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആ രാമക്ഷേത്രത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP 2014 അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന്. 10 വർഷം കൊണ്ട് ആ രാമക്ഷേത്രം നിർമ്മിച്ചു. അവരുടെ ഏറ്റവും വലിയ ഭരണനേട്ടമായി അവർ കൊട്ടിഘോഷിച്ചു. ആ കൊട്ടിഘോഷിച്ച രാമക്ഷേത്രത്തിൻ്റെ പരിധിയിൽ അയോധ്യയിൽ BJP തന്നെ തോറ്റതും നമ്മൾ കണ്ടു. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ ഉദ്ഘാടനത്തിന് വേണ്ടി തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്ന് പറഞ്ഞ് പങ്കെടുത്തില്ല. പിന്നെ അതേപോലെ ശശി തരൂർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു, വിശ്വാസപരമായ പ്രശ്നമാണ്, പങ്കെടുക്കുമെന്ന് പറഞ്ഞു, പങ്കെടുത്തില്ല. പല ആളുകൾക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് വരെ വലിയ ചിന്തയുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു ആ ഒരു രാമക്ഷേത്രം. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റകരമായ മൗനമാണ് ഇത്തരത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കളൊക്കെ കാണിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ലീഗിൻ്റെ പാണക്കാത്ത തങ്ങൾ പോലും
രാമക്ഷേത്രം അത് ഹൈന്ദവർ കാലാകാലമായി ആഗ്രഹിച്ചു പോന്ന ഒരു വിശ്വാസമാണ് എന്ന് പോലും പറഞ്ഞു. സംഘപരിവാരം ആഗ്രഹിച്ചതല്ല, മറിച്ച് ഹൈന്ദവരുടെ വിശ്വാസമാണ് എന്ന് പോലും പറഞ്ഞു. ആ വ്യക്തിയെ പോലും, ആ ഒരു തങ്ങളെ പോലും ഇപ്പോൾ ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈന്ദവരുടെ കാലാകാലമായുള്ള വിശ്വാസത്തിൽ പോലും അഴിമതി നടത്തിയ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നത് 8 കോടിയുടെ അഴിമതിയാണ് ഇവിടെ നടന്നത്. എന്നാൽ ഇപ്പോൾ 8ഉമല്ല 200ഉമല്ല 400ഉമല്ല 1200 കോടി വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാമക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് അവിടെ ഉള്ള ഏതെങ്കിലും സർക്കാരല്ല, RSS നിയന്ത്രണത്തിലുള്ള RSSന്റെ പ്രവർത്തകരായ ആളുകളാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലും ജോലി ചെയ്യുന്നതും മാനേജ്മെൻറ്റിലുള്ളതും. ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിന് കീഴിലല്ല. അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ഭരിക്കുന്നതും ഈ രാമക്ഷേത്രമുള്ള പ്രദേശം ഭരിക്കുന്നതും രാമക്ഷേത്രമുള്ള സംസ്ഥാനം ഭരിക്കുന്നതും BJP ആണ്. കേന്ദ്രം ഭരിക്കുന്നതും BJP ആണ്. ഹിന്ദുക്കളെ ഇത്രമേൽ പറ്റിച്ചുകൊണ്ട്, ഒരു വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രാമക്ഷേത്രം ഉണ്ടാക്കിക്കൊണ്ട് അവിടെയുടെ കോടികളുടെ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ശശികല ഉൾപ്പെടെയുള്ള RV ബാബു ഉൾപ്പെടെയുള്ള RSSന്റെ പല നേതാക്കളും വംശവെറിയന്മാരും ടിപ്പു സുൽത്താനെതിരെയും ബാബർക്കെതിരെയും രാജ്യത്തുടനീളം ഹിന്ദുക്കളുടെ ക്ഷേത്രവും സമ്പത്തും കൊള്ളയടിക്കാൻ വേണ്ടി നടന്നവരാണെന്നും ടിപ്പു സുൽത്താൻ ഒരു 1-ാം നമ്പർ ഹിന്ദു വിരോധിയാണെന്നും ഒരുപാട് സ്വത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ശശികലയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ RSS ഹിന്ദുക്കളുടെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഹിന്ദുക്കളുടെ സ്വത്ത് കൊള്ളയടിച്ചപ്പോൾ അവർ നൽകിയ ദാനം, അവർ നൽകിയ ക്ഷേത്രത്തിന് നൽകിയ കാണിക്കയും സ്വർണം ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും കൊള്ളയടിച്ചപ്പോൾ അണ്ണാക്കിൽ പഴം തിരികിയതുപോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾ ഹിന്ദു സമൂഹത്തെ ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ RSS ഇപ്പോൾ മുൻകൈ എടുത്തുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി ശശികലയെ പോലെയുള്ള ആളുകൾ ഒരു പണിയും എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേ അവസരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പേരിലാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായതെങ്കിൽ എന്തൊക്കെ ജിഹാദും പോർവിളികളും ഇവിടെ നടക്കുമായിരുന്നു. NIA പോലെയുള്ള അന്വേഷണ ഏജൻസികൾ, ED പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഒരു RSS നേതാവിൻ്റെ വീട്ടിലും ഇതിൻ്റെ പേരിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. SIT അന്വേഷണം ഏറ്റെടുത്തപ്പോൾ പോലും അതിൽ പല ഉദ്യോഗസ്ഥന്മാരെയും നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കർണാടകയിൽ നേരത്തെ ഇതേപോലെ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു ആരോപണമുണ്ടാവുകയും നിരവധി ആളുകളെ ബലി നൽകിയത്, ചെറിയ പിഞ്ചുമക്കളെ അടക്കം സ്കൂൾ കുട്ടികളെ അടക്കം കുന്നുകുഴിച്ചിട്ട് സംഭവവികാസം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, വലിയ വിവാദമായിട്ടുണ്ട്. അതേപോലെ രാമക്ഷേത്രത്തിൻ്റെ പേരിലും ഈ കൊള്ള RSS നടത്തിയതിനാൽ ഈ കൊള്ളയും ഒടുവിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തുടനീളം ഇതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭവും സമരവും നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം BJP നേട്ടമുണ്ടാക്കിയത് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇവിടെയുള്ള വിശ്വാസികളെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഈ ജനാധിപത്യ വിശ്വാസികളും ഹൈന്ദവ സമൂഹവും അതിന് അടിമപ്പെട്ടിട്ടില്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ആ ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് BJP വോട്ട് ബാങ്കായി ചൂണ്ടിക്കാണിച്ചതും അധികാരത്തിലേറിയതും. 2ാം ഭരണവും BJPക്ക് ലഭിച്ചത് ഇതേ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSന്റെ ഓരോ നേതാക്കളും കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. RV ബാബുവിനെ പോലെയുള്ള ആളുകൾക്ക്, സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക്, മറ്റ് പല നേതാക്കൾക്കും രാമക്ഷേത്ര വിഷയത്തിൽ ഒന്നും പറയാനില്ല. അണ്ണാക്കിൽ പഴം തിരികിയതുപോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയോധ്യ മാതൃകയിൽ ഭരണം വിശ്വാസി സമൂഹത്തിന് വിട്ടുകൊടുക്കണമെന്ന് കാലാകാലമായി ആവശ്യമുന്നയിക്കുന്ന ഒരു സംഘമാണ് RSS. ആരാണ് ഈ വിശ്വാസി സമൂഹം? RSSനെ പോലെയുള്ള കൊള്ള സംഘം. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പിരിച്ചുവിട്ടുകൊണ്ട് പകരം വിശ്വാസി സമൂഹത്തിന് വിട്ടുകൊടുക്കണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നിരന്തരം സംസാരിക്കുന്ന ഒരു സംഘടനയാണ് RSS. RSSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേത്രങ്ങളും ഇതേ രീതിയിൽ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധം മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവും അവരുടെ വിശ്വാസവും അവരുടെ ആരാധനാലയവും കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അതൊരു വിഭാഗത്തെ
അടിച്ചമർത്താനുള്ള, ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യാനുള്ള, ഒരു വിഭാഗത്തിനെതിരെ അക്രമം അയച്ചുവിടാനുള്ള ഒരു കേന്ദ്രം മാത്രമാണ്. അതൊരു വിശ്വാസത്തിനും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘമല്ല RSS. ആ RSS ആണ് ദേവസ്വം ബോർഡ് ക്രമാതീതമായി എന്തൊക്കെയോ ഹിന്ദു സമൂഹത്തിൽ നിന്ന് തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന RSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ പേരിൽ നിർമ്മിച്ച ആ രാമക്ഷേത്രത്തിൽ അഴിമതി നടന്നതുപോലെ മധുരയിലും മറ്റു പലയിടത്തും ഇതേ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതൊന്നുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം അയോധ്യ മാത്രമല്ല, രാമക്ഷേത്രം നിർമ്മിച്ചത് മാത്രമല്ല RSS ഒതുങ്ങുന്നത്. ഇതേപോലെ നിരവധി ക്ഷേത്രങ്ങൾ, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് കാശിയും മധുരയും ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് RSS നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കാലാകാലമായി പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് RSS. ആ RSS ശാഖയിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഓരോ ആളുകളെയും അത്തരത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ എന്തൊക്കെയോ ഇന്ത്യയിൽ ഹിന്ദു സമൂഹത്തിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന്, അതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന ഒരു സംഘമാണ് ഞങ്ങളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ലക്ഷ്യം മറ്റ് ക്ഷേത്രങ്ങളും ഇതേ രീതിയിൽ കൊള്ളയടിക്കുക, ഇവിടെ ഹിന്ദു സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു പഴയകാല സിസ്റ്റത്തോടു കൂടി, ഒരു തമ്പ്രാൻ സിസ്റ്റത്തോടു കൂടി മുന്നോട്ട് പോവുക, രാജ്യത്തെ ഒരു 50 വർഷം 60 വർഷം അല്ലെങ്കിൽ 100 വർഷം പിറകോട്ടേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അവിടെയുള്ള ജാതി വ്യവസ്ഥയും തമ്പ്രാൻ സംവിധാനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരൊറ്റ ലക്ഷ്യം തന്നെയാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. അത് ആ RSSനെതിരെയാണ് ഇവിടെ കുറ്റകരമായ മൗനം പാലിക്കുന്നത്. ഇവിടെ സ്വർണം കട്ടവൻ ആരപ്പ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റീൽസ് ഇറക്കിയവരെയും പാർട്ടി ഇറക്കിയവരെ കോൺഗ്രസിനെ ഒന്നും നമുക്കിവിടെ രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഒന്നും എഴുന്നള്ളുന്നത് കാണാൻ സാധിക്കുന്നില്ല.